പ്രാർത്ഥനയോടെ നമുക്ക് ആരാധന ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നീ നോമ്പ് ആരാധനയുടെ 23-ാം ദിവസം നമുക്ക് ആലയത്തിലായതുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിനോട് ചേരുവാൻ ശരീരസൗഖ്യവും ഭാഗ്യവും തന്ന കൃപയെ ഓർത്ത് നമുക്ക് ദൈവത്തോട് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും അനുഭവിപ്പാനായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൻ്റെ ഈ സന്ധ്യയിൽ നോമ്പ് ആരാധനയുടെ പ്രാർത്ഥന ധ്യാനം ഞങ്ങൾക്ക് കർത്താവെ അനുഗ്രഹകരമായി തീരുവാൻ, കർത്താവിൻ്റെ നാമം മഹത്വത്തിന് കാരണമായി തീരുവാൻ, ഞങ്ങളിലൂടെ അങ്ങ് മഹത്വം എടുക്കുവാൻ ദൈവം സഹായിക്കണമേ. ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. ഇന്നത്തെ ആരാധനയിൽ കർത്താവെ ഞങ്ങൾ സമർപ്പണത്തോടെ ആയിരുന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കപ്പെടുവാനും ദൈവമേ അങ്ങ് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടെ ഇരുന്ന് വഴി നടത്തണമേ. ദൈവാനുഗ്രഹത്തോടെ ജീവിപ്പാൻ ദൈവം ശക്തി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ജനത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. കടന്നു വരേണ്ടവരെയും കർത്താവ് തക്ക സമയത്ത് കൂട്ടി വരുത്തും. മഹത്വം അങ്ങേക്ക് ക്രിസ്തുയേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാട്ടുപുസ്തകത്തിൽ 362-ാമത്തെ ഗീതം, രക്ഷിതാവിനെ കാൺക പാപി എന്ന് ആരംഭിക്കുന്ന 372-ാമത്തെ ഗീതം നമുക്ക് എഴുന്നേറ്റ് നിന്ന് കോരനോട് ചേർന്ന് പാടാം. 362. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു, നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു. കാൽവരി മലമേൽ നോക്കൂ നീ, കാൽവരി മലമേൽ നോക്കൂ നീ, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു, കാൽക്കരം ചേർന്നിതാ ആണിമേൽ തൂങ്ങുന്നു. ധ്യാനപീഠമതിൽ കയറി, ധ്യാനപീഠമതിൽ കയറി, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക, ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. പാപത്തിൽ ജീവിക്കുന്നവനെ, പാപത്തിൽ ജീവിക്കുന്നവനെ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ, നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നീ രക്ഷകൻ. തള്ളുക നിന്റെ പാപമെല്ലാം, തള്ളുക നിന്റെ പാപമെല്ലാം, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ, കള്ളമേതും നിനക്കേണ്ട നിന്നുള്ളിൽ നീ. ഉള്ളം നീ മുഴുവൻ തുറന്നു, ഉള്ളം നീ മുഴുവൻ തുറന്നു, തള്ളയാമിശുവിൻ കയ്യിലേൽപ്പിക്കാനി, തള്ളയാമിശുവിൻ കയ്യിലേൽപ്പിക്കാനി.
നിൽക്കുമ്പോൾ തന്നെ സങ്കീർത്തനം പ്രതിവാക്യമായി വായിക്കും. സങ്കീർത്തനം 25 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അത് കഴിഞ്ഞ് ലേഖനം വായിച്ചു കേൾപ്പിക്കും. മധ്യസ്ഥ പ്രാർത്ഥന അജില രാജൻ. സങ്കീർത്തനം 25 അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വാക്യപ്രതിവാക്യമായി വായിക്കാം. സങ്കീർത്തനം 25 അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, നിങ്കലേക്ക് ഞാൻ മനസ്സുയർത്തുന്നു. എന്റെ ദൈവമേ, നിന്നെ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ലജ്ജിച്ചു പോകരുത്. എന്റെ ശത്രുക്കൾ എന്റെ മേൽ ജയം ഘോഷിക്കരുത്. നിന്നെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകുകയില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ. നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. നിന്റെ സത്യത്തിൽ എന്നെ നടത്തി എന്നെ പഠിപ്പിക്കണമേ. നീ എൻ്റെ രക്ഷയുടെ ദൈവമാകുന്നുവല്ലോ. ദിവസം മുഴുവനും ഞാൻ നിങ്ങൾ പ്രത്യാശ വയ്ക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ. അവ പണ്ട് പണ്ടേ ഉള്ളതല്ലോ. എൻ്റെ ബാല്യത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയ നിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരിലുള്ളവനുമാകുന്നു. അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. സൗമ്യതയുള്ളവരെ അവൻ ന്യായത്തിൽ നടത്തുന്നു. സൗമ്യതയുള്ളവർക്ക് തന്നെ വഴി പഠിപ്പിച്ചു കൊടുക്കുന്നു. യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവിടുത്തെ പങ്കുകയും ദയയും സത്യവും ആകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മാത്രം ഉണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും പ്രകാരം തന്നെ. ആമേൻ. ലേഖന പാഠഭാഗം വായിച്ചു കേൾപ്പിക്കും. ഇന്നത്തേക്ക് സന്ധ്യാസമയത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ കേൾപ്പി. 1 കൊരിന്ത്യർ 2-ാം അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ തേഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്കും മുമ്പേ നമ്മെ തേജസ്സിനായി മുന്നമിച്ചതും മറഞ്ഞരുതെന്നുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്ന പോലെ തന്നെ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ, എൻ യാചന നൽകണമേ. കർത്താവേ, എൻ യാചന നൽകണമേ. പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ, പുത്രൻ്റെ നാമത്തിൽ ചോദിക്കും കാര്യങ്ങൾ ഉത്തരം തന്നരുളാം എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ, എന്നുള്ളൊരു വാഗ്ദത്തം പോൽ ദയവാ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. നോമ്പാരാധനയായി കുടുംബമായി ഈ ആലയത്തിൽ ഈ വൈകിയ വേളയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. നമ്മുടെ പ്രഭാതത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യവും നമ്മെ ഓരോരുത്തരെയും വഴി നടത്തി കാൽക്കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം
ദൂതന്മാരാൽ കാവൽ ചെയ്ത കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. നമുക്ക് നൽകിയിരിക്കുന്ന മാതാപിതാക്കൾ, മക്കൾ, കുടുംബം, നൽകിയിരിക്കുന്ന എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. നോമ്പാരാധനയിലായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിനോട് ഇഴുകിച്ചേർന്നുകൊണ്ട് നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാനായി നൽകിയിരിക്കുന്ന അവസരത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. ദൈനംദിന ജീവിതത്തിൽ ഒരു കുറവും കൂടാതെ വണ്ണം ദൈവം നമ്മെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന ഈ ആലയത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. നമ്മുടെ സഭാ ശുശ്രൂഷകരെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. ഈ സഭയിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. നമ്മുടെ ആലയത്തിൽ രോഗികളായിരിക്കുന്ന ഓരോരുത്തരിലും ദൈവം ക്രൂശിൽ ചൊരിഞ്ഞ ഒരു തുള്ളി രക്തം അവരുടെ ശിരസിൽ പതിച്ച് അവർക്ക് വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലവിധമായ ബുദ്ധിമുട്ടുകളിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ദൈവികമായ ജ്ഞാനം അവർ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ പോഷക സംഘടനകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ യുവതി യുവാക്കളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. സൺഡേ സ്കൂൾ പ്രസ്ഥാനത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. വിമൻസ് ഫെലോഷിപ്പിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റാം. ഇതിനെല്ലാം ഉപരിയായി ദൈവം നമ്മുടെ ജീവിതത്തിൽ നല്ല സഖിയായിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. ഇതിനൊക്കെ നമ്മൾ യോഗ്യതയുള്ളവരാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം കൂടെ നിൽക്കട്ടെ, ഫലം കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന മധ്യസ്ഥതയിൽ ഇന്നും ഞങ്ങളെ ഈ ഭൂമുഖത്താക്കി വെച്ചിരിക്കുന്ന കൃപകളെ ഓർത്ത് നമുക്ക് സ്തോത്രം കരയറ്റാം. അല്പനിമിഷം മൗനമായി നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പകരാം. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എന്നെ നടത്തും ആ പൊന്നു കരമോ ഒരു നാളിലും കുറുകിട്ടില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. എൻ ശബ്ദം കേൾക്കുന്ന ഒരു കാതെനിക്കുണ്ട്, ഒരു നാളും മന്ദമാകില്ല. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഭുജബലത്താൽ നടത്തിയതാൽ. ഹല്ലേ ഹല്ലേലൂയ പാടിയിടും ആ ഇൻപസ്വരത്താൽ നയിച്ചതിനാ. ഞങ്ങൾ ഏറ്റവും വാത്സല്യമായി സ്നേഹിക്കുന്ന കർത്താവേ, സ്വർഗസ്ഥവാൻ ദൈവമേ, അപ്പച്ച യേശുപ്പച്ച ദൈവമേ, ഈ തിങ്കളാഴ്ചയുടെ വൈകിയവേളയിൽ അങ്ങയുടെ സന്നിധിയിലായിരുന്നു കൊണ്ട് അങ്ങ് സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിന് ചുരുക്കം ചിലരാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങ് നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നത് സ്തുതിക്കുന്നു. യേശുപ്പച്ച ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഉദ്ദേശങ്ങൾ അങ്ങ് അറിയുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നോമ്പ് ആരാധനയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ യേശുപ്പച്ച ദൈവമേ, ഈ ലോകത്തിന് അനുരൂപരാകാതെ അങ്ങയെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങൾ ക്രമീകരിക്കുവാൻ ദൈവമേ അങ്ങ് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നത് സ്തുതിക്കുന്നു. യേശുപ്പച്ച ലൗകികമായ ചിന്തകളിലല്ല, ആത്മീയമായ ചിന്തകൾ, വചനധ്യാനവും പ്രാർത്ഥനയുമായി ഞങ്ങളുടെ ജീവിതങ്ങൾ
ഈ ചുരുക്കം നാളുകൾ ദൈവമേ ഞങ്ങൾ ക്രമീകരിച്ച് അങ്ങയുടെ കൂടെ ഇഴുകിച്ചേരുവാൻ ദൈവമേ ഞങ്ങൾക്ക് അങ്ങ് നൽകുന്ന അവസരങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അത് ആസ്വദിക്കുന്നു. യേശുപച്ച ദൈവമേ ഞങ്ങളുടെ പ്രഭാതത്തിലെ പ്രവർത്തനങ്ങളെല്ലാം എൻ്റെ യേശുപച്ചൻ്റെ കൃപയെ സാന്നിധ്യം ഞങ്ങളെല്ലാവരെയും വഴി നടത്തി കല്ലിൽ തട്ടി പോകാതെ വണ്ണം ദൂതന്മാരിൽ കാവൽ ചെയ്ത് കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് ഒരു ആപത്തും അനർത്ഥം കൂടാതെ വണ്ണം ഞങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്ത കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം കരയേറ്റുന്നു അത് ആസ്വദിക്കുന്നു. ഞങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് സ്കൂളിലായിരുന്ന സമയത്ത് എൻ്റെ യേശുപച്ചൻ്റെ കൃപയെ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. അവർ പരീക്ഷ എഴുതിയ സമയത്ത് അങ്ങ് തന്നെ പൈതങ്ങളുടെ വരം കലം പിടിച്ച് പൈതങ്ങൾക്ക് പരീക്ഷ എഴുതുവാനായിട്ടുള്ള കൃപ നൽകി. യേശുപച്ച ദൈവമേ അവരെ വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അത് ആസ്വദിക്കുന്നു. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം പൈതങ്ങൾക്ക് നൽകി അവിടെ നിന്ന് അവരെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അങ്ങേ തന്നെ നല്ല സഖിയായി കൂടെ ചേർത്തുകൊണ്ട് അവരുടെ ജീവിതങ്ങൾ ക്രമീകരിപ്പാൻ ദൈവമേ ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങ് വഴി നടത്തണമേ. അപ്പച്ച അവർ പരീക്ഷ എഴുതുവാണല്ലോ അപ്പച്ച, ശ്രേഷ്ഠകരമായ വിജയം ലഭ്യമാകുവാൻ പൈതങ്ങൾക്ക് അങ്ങ് ഇട നൽകണമേ. അപ്പച്ച ഞങ്ങളുടെ സഭയിലെ വാർദ്ധക്യ മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അത് സ്തുതിക്കുന്നു. നരയ്ക്കുവോളം ഞാൻ നിങ്ങളെ ചുമക്കാമെന്ന് വാഗ്ദത്ത പ്രകാരം ഇത്രത്തോളം ദൈവമേ അവരെ ഞങ്ങൾക്ക് മാതൃകയായി നിർത്തിയിരിക്കുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അത് സ്തുതിക്കുന്നു. അവരുടെ മാതൃകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളും ക്രമീകരിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ സഭ ഞങ്ങളുടെ കയ്യിലേക്ക് സമർപ്പിക്കുകയാണ് അപ്പച്ച. യേശുപ്പച്ച ദൈവമേ ആരും പിന്മാറ്റത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് കടന്നു പോകാതെ എല്ലാവരും ദൈവമേ സഭയിലെ ആരാധനകൾ വന്ന് അനുഗ്രഹം പ്രാപിപ്പാൻ ഓരോ വ്യക്തി ജീവിതങ്ങളെ അനുവദിക്കണമേ അപ്പച്ച. യേശുപ്പച്ച ദൈവമേ ഇനിയുള്ള ആരാധനകൾ ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ടുണ്ടായിരുന്നു വഴി നടത്തണമേ. ഞങ്ങളുടെ സഭാ ശുശ്രൂഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ ചെയ്യുന്ന സേവനങ്ങൾ ഞങ്ങൾക്കും ഈ നാട്ടിനും ഞങ്ങളുടെ സഭയ്ക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി തന്നെ തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. അവരുടെ കുടുംബങ്ങളെ അങ്ങ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ അപ്പച്ച. നന്മകളാൽ അനുഗ്രഹങ്ങളാലും കാക്കണമേ. വിവിധങ്ങളായിട്ടുള്ള രോഗങ്ങളും പ്രയാസങ്ങളുമായിട്ട് ഭവനങ്ങളിലായിരിക്കുന്ന ഓരോരുത്തരിലും എൻ്റെ യേശുപ്പച്ചൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. യേശുപ്പച്ച ദൈവമേ അങ്ങ് കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ ഒരു തുള്ളി രക്തം അവരുടെ ശിരസിന്മേൽ പതിച്ച് പൂർണ്ണമായിട്ടുള്ള വിടുതൽ ലഭ്യമാകുവാൻ എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സൗഖ്യം തന്നു എന്ന് സാക്ഷ്യം പറയുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. നന്മകളാൽ അനുഗ്രഹങ്ങളാലും ഞങ്ങൾ എല്ലാവരെയും കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചോണമേ. യേശുപ്പച്ച ദൈവമേ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. എല്ലാവരെയും അങ്ങ് വഴി നടത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അത് സ്തുതിക്കുന്നു. വിവിധങ്ങളായിട്ടുള്ള ആവശ്യ ഭാരങ്ങളുമായിട്ട് അങ്ങയുടെ സന്നിധിയിൽ ആയിരിക്കുന്ന ഓരോരുത്തരിലും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കേൾപ്പിക്കുന്നതിന് മുന്നമേ തന്നെ അങ്ങ് അറിയുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു അത് സ്തുതിക്കുന്നു. ഓരോരുത്തരും മനസ്സിലെ രഹസ്യമായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ടായിരിക്കണമേ. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റുവാനും എൻ്റെ യേശുപ്പച്ചൻ്റെ ജീവിതത്തിൽ നന്മ പ്രവർത്തിച്ചു എന്ന് സാക്ഷ്യം പറയുവാനും ദൈവമേ അങ്ങ് സഹായിക്കണമേ. നന്മകളാൽ അനുഗ്രഹങ്ങളാലും കാക്കണമേ. ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിൻ്റെ കൃപയെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. ഞങ്ങൾ ഈ ആലയത്തിൽ വന്ന് ദൈവമേ അങ്ങ് സ്തുതിച്ച് വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹപ്രദമായി തന്നെ തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ഒന്നും ഓർക്കരുതേ അപ്പച്ച. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രദ്ധ വെച്ച് അങ്ങ് കേൾക്കുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന അത് സ്തുതിക്കുന്നു. നന്മകളാൽ അനുഗ്രഹങ്ങളാലും കാക്കണമേ. വിട്ടുപോയിട്ടുള്ള ഓരോ കാര്യങ്ങളും ദൈവത്തിൻ്റെ കൃപയും സാന്നിധ്യം കൊണ്ടായിരുന്നു വഴി നടത്തണമേ. നന്മകളാൽ അനുഗ്രഹങ്ങളാലും കാക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കണമേ. തിരുരാജ്യം വരണമേ. തിരുഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ പാപങ്ങളോട് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ഈ സമയത്ത് 492 ഗീതം യേശുവിനെ കാണണം എന്നുള്ള ആ ഗീതം കോയറിനോട് ചേർന്ന് പാടുമ്പോൾ കാണിക്ക സ്വീകരിക്കും. കാണണം
പരിശുദ്ധാത്മാവേ കാതുകൾ തുറന്നു തരണേ, എനിക്കേശുവിനെ കേൾക്കണം, എനിക്കേശുവിനെ കേൾക്കണം. അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ച ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ആലയത്തിൽ വരുമ്പോൾ വെറും കൈയായി വരരുത് എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വം ഞങ്ങൾക്കങ്ങ് നൽകിയിരിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. അർപ്പിച്ചിരിക്കുന്ന കാഴ്ച അർപ്പിക്കേണ്ടുന്നവരെയും അർപ്പിച്ചവരെയും ഒരുപോലെ ദൈവം ആശീർവദിക്കണമേ, അങ്ങയുടെ നന്മകളാൽ നിറയ്ക്കണമേ. ഇത് ദൈവരാജ്യ മഹത്വനായിട്ട് പ്രയോജനപ്പെടുവാൻ കർത്താവ് സഹായിക്കും. മഹത്വം അങ്ങ് സ്വീകരിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വമുള്ളതാകട്ടെ. ഇന്ന് നോമ്പ് ആരാധനയുടെ 23-ാം ദിവസം നമുക്കൊരുമിച്ച് ആലയത്തിലായിരിക്കുവാൻ ദൈവം കൃപ നൽകിയതിനായി സ്തോത്രം. പ്രത്യേകാൽ ഇൻട്രൊഡക്ഷനിൽ ഞാൻ സമയം കളയുന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ പേരിൽ, യേശുവിൻ്റെ പേരിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് പാഠമായി വായിച്ചു കേട്ട കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6 മുതൽ 9 വരെയുള്ള വാക്യം, അത് നാം ധ്യാനിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മെസ്സേജിൻ്റെ തുടർച്ചയായിട്ടായിരിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്ന നന്മയാണ്. ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ മഹത്വപ്പെടും. ദൈവം നമുക്ക് നൽകിയ സ്നേഹം നാം മറ്റുള്ളവർക്ക് പ്രകടിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലൂടെ മറ്റുള്ളവർക്ക് വെളിപ്പെടും. അന്ന് ഞാൻ സംസാരിച്ച വിഷയം ദൈവ മഹത്വം എങ്ങനെ നമ്മിൽ വെളിപ്പെടുന്നു, യേശുവിൻ്റെ ജീവിതത്തിൽ എങ്ങനെ മഹത്വം വെളിപ്പെട്ടു, അങ്ങനെ ദൈവം എങ്ങനെ യേശുവിനെ മഹത്വപ്പെടുത്തി, ആ മഹത്വം നമുക്ക് എങ്ങനെ ഈ ലോകത്തിൽ വെളിപ്പെടുത്തുവാൻ കഴിയും, അതാണ് വിഷയം. സമയം അതിക്രമിച്ചു. ഇനി 5 മിനിറ്റേ ഉള്ളൂ. സദ്യം ക്ഷമിക്കുക, 5 മിനിറ്റ് ചിലപ്പോൾ കൂടുതലെടുക്കും. പഴയ നിയമ ജനതയ്ക്ക് ഈ ദൈവത്തെ പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അതാണ് ഇന്ന് പാഠമായി വായിച്ചു കേട്ടത്. തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു യേശു യഥാർത്ഥ രക്ഷകനെന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് അറിഞ്ഞിരുന്നു എങ്കിൽ. അതാണ് യേശുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. യേശുവിനെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും യേശു ഉദ്ദേശിച്ച ആ മഹത്വം, യോഹന്നാൻ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പ്രാർത്ഥിച്ചു. ദൈവം യേശുവിനെ മഹത്വപ്പെടുത്തി. ആ മഹത്വം ഞാൻ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നു, നമുക്ക് ഓരോരുത്തരും തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം യേശുവിന് കൊടുത്ത മഹത്വം നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ ദൈവമഹത്വം നമ്മിൽ വരും, ദൈവം നമ്മിലൂടെ മഹത്വപ്പെടും. ഇത് യഥാർത്ഥത്തിൽ പഴയ നിയമസഭ തിരിച്ചറിഞ്ഞില്ല. യേശു വന്ന് ദൈവത്തെ മനുഷ്യർക്ക് പൂർണ്ണമായും വെളിപ്പെടുത്തിയപ്പോഴാണ് ലോകം യേശുവിനെ മനസ്സിലാക്കിയത്. എന്നാലും പഴയ നിയമ ജനത, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദന്മാർ അത് മനസ്സിലാക്കിയില്ല. പഴയ നിയമത്തിലും ദൈവം മനുഷ്യർക്ക് യേശുവിനെ പോലെ തന്നെ ആയിരുന്നു. മഹാകാരുണ്യവാനും ആഴമായി മനസ്സലിയുന്നവനും കൃപാലുവുമായിട്ടുള്ള ദൈവമാണ് പഴയ നിയമത്തിലെയും ദൈവം. എന്നാൽ അതവർക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. സാധാരണ ലോകത്തിലെ എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെയാണ് പഴയ നിയമ ജനത യേശുവിനെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദൈവ ചിത്രം അവർ അവതരിപ്പിച്ചു. എന്നാൽ യേശു വന്നത് വെളിപാടിനെ പൂർത്തിയാക്കാനാണ്. യേശു വന്നത് വെളിപാടിനെ പൂർത്തിയാക്കാൻ. അതാണ് നാം ഈ നോമ്പ് നാളുകളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട വാക്യമാണ് 58-ാം അധ്യായം 6-ന്റെ 2-ാം ഭാഗവും 7-ാം വാക്യവും. 6-ന്റെ 2-ാം ഭാഗവും
7-ാം വാക്യവും. ഏതാണ് യഥാർത്ഥ ഉപവാസം, നോമ്പിൻ്റെ യഥാർത്ഥ ചിന്ത, നോമ്പിൻ്റെ യഥാർത്ഥ പ്രവൃത്തി എന്താണെന്ന് യെശയ്യാ പ്രവാചകൻ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ വായിച്ചു, കാണാപ്പാഠമായി. അതുതന്നെയാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. പൂർവ്വകാലങ്ങളിൽ പരിമിതമായിട്ടാണ് യേശുവിനെ മനസ്സിലാക്കിയിരുന്നത്, അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നത്, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, ദൈവം പക്ഷപാതപരമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർ മാത്രം അവരുടെ കാര്യം മാത്രം നോക്കുന്ന ദൈവമല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരുടെ കാര്യം മാത്രം നോക്കുന്ന ദൈവമല്ല യഥാർത്ഥ ദൈവം. ദുഷ്ടൻ്റെ മേലും ശിഷ്ടൻ്റെ മേലും ഒരുപോലെ മഴ പെയ്യ്ക്കുന്ന, ഒരുപോലെ സൂര്യനെ ഉദിപ്പിക്കുന്ന ദൈവം, അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത, അതാണ് ദൈവത്തിൻ്റെ മഹത്വം. നമുക്കാണ് മറ്റുള്ളവർ, അല്ലെങ്കിൽ മറ്റ് ജാതികൾ, അല്ലെങ്കിൽ ദൈവത്തെ അനുസരിക്കാത്തവർ, അക്രൈസ്തവർ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവർ ദുഷ്ടന്മാരെന്ന് നമ്മൾ പറയും. പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. ഈ ബോധ്യമാണ് നമ്മിൽ ദൈവ മഹത്വം വെളിപ്പെടുത്തുന്നത്. നമ്മളെ കുടുംബത്തിൽ നമുക്ക് 2, 3, 4 മക്കളുണ്ടെന്നിരിക്കട്ടെ. അവർ വളർന്നു, ഒരാൾ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിക്കുക. നമ്മുടെ മക്കളല്ലാതായി തീരുമോ? അവർക്ക് വേണ്ടി തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കും. അവരുടെ തിരിച്ചുവരവിന് വേണ്ടി ധൂർത്തപുത്രൻ്റെ പിതാവ് കാത്തിരുന്നത് പോലെ കാത്തിരിക്കും. ആ പിതാവിൻ്റെ മനസ്സാണ് ദൈവത്തിനുള്ളത്. ദൈവത്തിന് ഈ ലോകത്തിലെ സകലരും മക്കളാണ്. നമുക്കാണ് അവർ കൊള്ളരുതാത്തവർ എന്ന് നാം കരുതുന്നത്. ദൈവം അങ്ങനെയല്ല വിചാരിക്കുന്നത്. എക്സാമ്പിൾ, ഒരു 50 പേര് ഒരു വാഹനത്തിൽ യാത്ര ചെയ്യുന്നു. ഞാൻ മാത്രം രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുക. ബാക്കി 49 പേരും മരണപ്പെട്ടു, അല്ലെങ്കിൽ ഗുരുതരമായ പരുക്ക് പറ്റി. നമ്മൾ ഉള്ളിലെങ്കിലും നമ്മൾ ചിന്തിക്കും, എന്നെ മാത്രം ദൈവം രക്ഷിച്ചു. യേശുക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയിൽ യേശു പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഒരു കൂട്ടം പേര് വന്ന് പറയുകയാണ്, ഗലീല പുരുഷന്മാരുടെ രക്തം യാഗത്തോട് കലർത്തി. യാഗരക്തത്തോട് മനുഷ്യൻ്റെ രക്തം കലർത്തി. ഇത് നടന്ന സംഭവമാണ്. ഇതിങ്ങനെ യേശു കേട്ടിട്ട് ഒന്നും പറയാതെ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് കുറേ പേര് വന്ന് പറഞ്ഞു, ഗോപുരം ഇടിഞ്ഞു വീണ് കുറേ പേർ മരിച്ചുപോയി. യേശു ഒന്നും മിണ്ടാതെ ഇരുന്നു. അവരുടെ മനോഗതം മനസ്സിലാക്കി. യേശു മനസ്സിലാക്കിയത്, ഞങ്ങൾ മാത്രം രക്ഷപ്പെട്ടു, ഞങ്ങളെന്തോ ദൈവത്തിൻ്റെ അടുത്തിരിക്കുന്ന വലിയ ആളുകളാണ്. യേശു അവരോട് മറുപടിയായിട്ട് അല്പസമയം മൗനമായിട്ട് നിന്നിട്ട് യേശു പറയുകയാണ്, ആ മരിച്ച എല്ലാവരും പാപികളായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾക്കും അതുതന്നെ സംഭവിക്കും. ദൈവത്തിൻ്റെ കൃപ, അത് കൃപമേൽ കൃപ, അത് അന്ത്യത്തോളം കാത്തിരിക്കുന്ന, ഇന്ന് വരും നാളെ വരും ദൈവത്തെങ്കിലും തിരിയുമെന്ന് കാത്തിരിക്കുന്ന ദൈവത്തിന് എല്ലാവരും മക്കളാണ്. നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും അവരുടെ, അല്ലെങ്കിൽ തിന്മ ചെയ്യുമ്പോൾ അവരുടെ മടങ്ങി വരവിന് വേണ്ടി, നന്മ ചെയ്യുമ്പോൾ ആ നന്മ ഫലം നിലനിൽക്കുന്ന വേണ്ടി ദൈവം കാത്തുകൊണ്ടേയിരിക്കുന്നു. അവരുടെ മടങ്ങി വരവിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ശുശ്രൂഷ തുടർന്ന് നമ്മൾ നിർവഹിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ആ ദൗത്യം നമ്മൾ പൂർത്തിയാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മഹത്വം യേശുവിന് ലഭിച്ചതുപോലെ നമുക്കും ദൈവമഹത്വം ലഭിക്കുന്നത്. നമുക്ക് ദൈവം ഭക്ഷണം തരുമ്പോൾ അത് ഇല്ലാത്തവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ, യെശയ്യാ പ്രവചനം 58-ന്റെ 6-ന്റെ 2-ാം ഭാഗം, അവസാനത്തെ ഭാഗവും 7 ഒന്ന് എടുത്തു വയ്ക്കണേ. പല പ്രാവശ്യം വായിച്ചു എങ്കിലും ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് പതിയണം. ഒരാൾ വായിച്ച് സഹായിക്കണം. യെശയ്യാവ് 58-ന്റെ 6-ന്റെ അവസാനത്തെ ഭാഗവും 7.
നമുക്ക് ദൈവം ഭക്ഷണം തരുമ്പോൾ അത് ഇല്ലാത്തവർക്ക് വിളമ്പി കൊടുക്കുന്ന ഇടത്താണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നത്. വായിക്കാമോ ആദ്യത്തെ ഭാഗം? അതല്ല, 6-ാം ഭാഗത്തിൻ്റെ അവസാന ഭാഗവും 7-ാം വാക്യവും. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. കണ്ടോ? വിശപ്പുള്ളവന് നിൻ്റെ അപ്പം മതി. അപ്പം നുറുക്കി കൊടുക്കുന്നതും. നമുക്ക് ദൈവം ഭക്ഷണം തരുമ്പോൾ അത് ഇല്ലാത്തവർക്ക് വിളമ്പി കൊടുക്കുന്ന ഇടത്താണ് ദൈവം നമ്മിൽ മഹത്വപ്പെടുന്നത്. നമുക്ക് ദൈവം പാർപ്പിടം നൽകിയിരിക്കുമ്പോൾ അലഞ്ഞു നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ പാർപ്പിടം ശരിക്ക് ഇല്ലാത്തവർക്ക്, അവർക്ക് വേണ്ടി സഹായിക്കുന്ന ഇടത്താണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നത്. അടുത്ത ഭാഗം വായിക്കാമോ? അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിൻ്റെ വീട്ടിൽ ചേർത്ത് കൊള്ളുക എന്ന് പറഞ്ഞാൽ അവരെ വിളിച്ച് നമ്മുടെ വീട്ടിൽ പാർപ്പിക്കുക എന്ന് മാത്രമല്ല, പാർപ്പിക്കാൻ പറ്റുമെങ്കിൽ പാർപ്പിക്കണം. അവർക്ക് ജീവിക്കുവാൻ വേണ്ട പാർപ്പിടം ഉണ്ടാക്കി കൊടുക്കേണ്ടത് ദൈവമക്കളായ നമ്മുടെ കടമയാണ്. അതാണ് പൗലോസ് ഈ യെശയ്യാപ്രവാചകൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇതാ നമ്മൾ ഏപ്രിൽ മാസം 2-ാമത്തെ ആഴ്ച 2 പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹവിശ്വാസികളെ സഹായിക്കാനായിട്ട് ഒരു അവസരം തന്നിരിക്കുന്നു. ഈ 2 പേര് മാത്രമല്ല, നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ കുറേ പേര് ഇനിയുണ്ട്. നമ്മളൊക്കെ വളരെ അനുഗ്രഹത്തോടെ ദൈവം നമ്മെ നടത്തുമ്പോൾ അവരെയും നമ്മോട് ചേർത്ത് പിടിക്കുവാൻ ഈ വേദഭാഗം നമ്മെ ക്ഷണിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം, ദൈവം നമ്മളിൽ മഹത്വപ്പെടുവാൻ, നമ്മുടെ ഭക്ഷണം മറ്റുള്ളവർക്ക് വിളമ്പിക്കൊടുക്കുവാൻ, പാർപ്പിടമില്ലാത്തവർക്ക് അത് വച്ചു കൊടുക്കുവാൻ. അടുത്തത്, നമുക്ക് ദൈവം വസ്ത്രം ധാരാളമായി തന്നിരിക്കുന്നു. അതില്ലാത്തവർക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഇടത്താണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുത്തുന്നത്. അടുത്ത ഭാഗം വായിക്കാമോ? നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും. അടുത്ത ഭാഗത്തിൽ വായിക്കാം. നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നത്. ഇന്ന് മിക്കവാറും നഗ്നരെ കാണാനില്ല. എൻ്റെയൊക്കെ ഒരു യുവത്വ കാലത്തിൽ സിറ്റിയിലൂടെയൊക്കെ മാറുപോലും മറയ്ക്കാതെ ഒരു കഷ്ണം തുണി മാത്രം ചുറ്റി നടക്കുന്ന ആളുകളുണ്ടായിരുന്നു. ഇന്നങ്ങനെ കാണാനില്ല. വസ്ത്രം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ ഒരു വസ്ത്രം അല്ലെങ്കിൽ ഒരു യൂണിഫോം, 1-2 യൂണിഫോം, മറുതുണി ഇല്ലാത്ത, ഉടുക്കുന്ന തുണി മാത്രമുള്ള അനേകം പേര് നമ്മുടെ ഇടയിൽ കാണും. അവരത് വെളിയിൽ പറയുവാൻ അവരാഗ്രഹിക്കുന്നില്ല. നമുക്ക് ദൈവം ധാരാളമായി വസ്ത്രം തന്നു. അങ്ങനെ അതില്ലാത്തവർക്ക് അതിൻ്റെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഇടത്താണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നത്. നമ്മുടെ സഹോദരങ്ങൾ, അതിൽ ഒരു വ്യക്തി താണാവസ്ഥയിലാണെങ്കിൽ അവനെ താങ്ങി നമ്മോട് ചേർത്ത് ദൈവസ്നേഹം പകർന്നു കൊടുക്കുന്ന ഇടത്താണ് ദൈവം നമ്മളിൽ മഹത്വപ്പെടുന്നത്. വായിക്കാമോ ആ ഭാഗം? നിൻ്റെ മാംസരക്തങ്ങൾ, നമ്മുടെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ അപ്പന് 3 മക്കളുണ്ടെങ്കിൽ ആ മക്കൾ, അപ്പനും മക്കളും മാംസരക്തങ്ങൾ. ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു മകൻ അല്ലെങ്കിൽ ഒരു സഹോദരൻ തീരെ ബലഹീനാവസ്ഥയിലാണെങ്കിൽ അവനെ കരുതുവാൻ, അവളെ കരുതുവാൻ സഹോദരങ്ങളും മാതാപിതാക്കളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അതാണ് മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ, വെറുതെ സ്നേഹിക്കുക മാത്രമല്ല, യേശു തൻ്റെ ജീവനെ കൊടുത്ത് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്ന ഇടത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നാം ചിന്തിക്കുമ്പോൾ നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്താൽ എന്തുമാത്രം നാം വളരെ സ്വാർത്ഥരാണ്, അല്ലെങ്കിൽ സ്വാർത്ഥരായിട്ടാണ് ആത്മീയതയെ കാണുന്നത് എന്ന് ചിന്തിക്കുവാൻ ഇടയാകും. ദൈവം നമുക്ക് മാത്രം ഏതെങ്കിലും ഒരു നന്മ തരുമ്പോൾ, അപകടത്തിൽ രക്ഷിക്കുമ്പോൾ അതിൽ പൊടിപ്പും തുങ്ങലുമൊക്കെ ചേർത്ത് നമ്മൾ സാക്ഷ്യം പറയും. അതിനെ പർവ്വതീകരിച്ച് സാക്ഷ്യം പറയും. സാക്ഷ്യം പറയണ്ട എന്നല്ല. ഈ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം. അപകടത്തിൽ ഇപ്പോൾ എല്ലാവരും മരണപ്പെട്ടു, ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. സാക്ഷ്യം പറയുമ്പോൾ നാം പ്രാർത്ഥിച്ചത് കൊണ്ട് ദൈവം
നമുക്ക് ആയുസ് കൂട്ടി തന്നത് എന്ന് ചിന്തിക്കരുത്. മറ്റുള്ളവരും പ്രാർത്ഥിച്ചു. എന്നാൽ അപകടത്തിൽപ്പെട്ട് മരിച്ചവർ അവരെ കൂട്ടിക്കൊണ്ടുപോകുവാൻ ദൈവദൂതന്മാർ അടുക്കലുണ്ട്, അതിലും വിശുദ്ധന്മാർ ഉണ്ട് എന്ന് നാം ചിന്തിക്കണം. നമുക്ക് നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ദൈവം ആയുസ് നീട്ടി തന്നു. മരണപ്പെട്ടവരിൽ ദൈവഭക്തരായ മക്കളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദൈവം ദൂതന്മാരെ അയക്കുന്നു. ഇത് വചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. രണ്ട് കൂട്ടരെയും ദൈവം ഒരുപോലെ പരിഗണിക്കുന്നു. അല്ലാതെ അപകടപ്പെട്ടവരെ മാത്രം ദൈവം മറന്നു എന്നും പ്രാർത്ഥിക്കുന്നവരെ മാത്രം ദൈവം രക്ഷിച്ചു എന്നും ഒരിക്കലും ചിന്തിക്കരുത്. അങ്ങനെ ചിന്തിക്കുന്നത് വികലമായ കാഴ്ചപ്പാടാണ്. നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയെ കൂടെ ചേർത്ത് നിർത്തുന്നതാണ് നോമ്പിൻ്റെ അർത്ഥമായ വ്യാഖ്യാനം. ദൈവത്തിൻ്റെ കൃപ നമ്മിൽ പെരുകുമ്പോൾ ഇന്ന് പാഠമായി വായിച്ചു കേട്ട ആ ഭാഗത്തിൽ വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയും, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ യേശുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയപ്പോൾ അങ്ങനെ നമുക്കും യേശുവിന് വെളിപ്പെട്ടത്, അല്ലെങ്കിൽ യേശുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തി ഈ ലോകം അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ തേസിൻ്റെ കർത്താവിൻ്റെ തന്നെ ക്രൂശിക്കയില്ലായിരുന്നു. അന്ന് പൗലോസ് പ്രസംഗിക്കുമ്പോഴും തികഞ്ഞ പരിജ്ഞാനമുള്ള അനേക വ്യക്തികൾ അവരുടെ ഇടയിലുണ്ടായിരുന്നു. അവരോടാണ് പൗലോസ് പറയുന്നത് ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി, നമ്മുടെ മഹത്വത്തിനായി, ഇന്ന് വായിച്ചു കേട്ടതിൽ 7-ാം വാക്യം, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമാണ് ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. ഈ മർമ്മം ഗ്രഹിക്കുവാൻ മനുഷ്യൻ്റെ ബുദ്ധി പോരാ. ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ തൊട്ട് മുമ്പിലത്തെ മെസ്സേജിൽ പറഞ്ഞതുപോലെ യൂദയ്ക്ക് യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ രക്തവും അവർക്ക് മുറിച്ച് കൊടുക്കുമ്പോൾ, ഒഴിച്ച് പകർന്നു കൊടുക്കുമ്പോൾ യേശു അവൻ്റെ വീണ്ടെടുപ്പിനായി, അവൻ്റെ മടങ്ങിവരവിനായി യേശു പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, വിശപ്പുള്ളവന് അവരെ നന്മ കൊണ്ട് തൃപ്തി വരുത്തുവാൻ, ഭക്ഷണമില്ലാത്തവരെ സ്വീകരിക്കുവാൻ, പാർപ്പിടമില്ലാത്തവർക്ക് പാർപ്പിടം ഒരുക്കുവാൻ കർത്താവിൻ്റെ കൃപ നമ്മിൽ പെരുകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഈ നോമ്പിൻ്റെ നാളുകളിൽ നമ്മെ മാത്രം യേശു രക്ഷിച്ചു എന്നല്ല, നമ്മളറിയാത്ത അനേകം പേർ നമ്മെ വിട്ട് കടന്നു പോയവരെയും യേശു തൻ്റെ രാജ്യത്തിൽ അവകാശികളാക്കി തീർക്കും. നമ്മെ ജീവനോടെ ശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഓർത്ത് നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി സ്തോത്രം. കർത്താവിൻ്റെ കൃപ ഞങ്ങളിൽ പെരുകുന്നതിനായി സ്തോത്രം. ഞങ്ങളെ തന്നെ ഞങ്ങളിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ യേശു വെളിപ്പെട്ട, യേശു കാണിച്ച ആ മഹത്വം, യേശുവിൻ്റെ ഭാവം ഞങ്ങളുടെ ജീവിതത്തിലും പ്രതിഫലിപ്പിക്കുവാൻ ദൈവമേ കൃപ നൽകണമേ. ഞങ്ങൾ ബലഹീനരാണ്, ശക്തി ഞങ്ങൾക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് അതിന് കഴിയുകയുള്ളൂ. മറ്റുള്ളവർക്ക് യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ വരച്ച് കാട്ടുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ കൂടെ ഇരിക്കണമേ കർത്താവ്. അവരുടെ ഔദ്യോഗിക ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, വാർദ്ധക്യത്തിലായിരുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അവരുടെ ജീവിതത്തിലൊക്കെ അങ്ങയുടെ കൃപയും താങ്ങും തള്ളുമായി കൂടെ ഇരിക്കണമേ. മടക്കയാത്രയിൽ അങ്ങ് കൂടെ ഇരിക്കും. രാവിലെ നല്ല വിശ്രമം നൽകണമേ കർത്താവെ. രാവിലെ വരെ നല്ല വിശ്രമം നൽകി രാവിലെ അങ്ങയുടെ മുഖം കൊണ്ടുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവിൻ്റെ കൃപ എല്ലാവർക്കും നൽകും. നാളത്തെ ആരാധനയിൽ കടന്നു വരുവാൻ ദൈവത്തിൻ്റെ കൃപ ഞങ്ങളിൽ അങ്ങ് പകരും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും കൂട്ടായ്മയും നാം ഏവരോടും നമ്മുടെ നിത്യമായ ജീവിതത്തോടും നോമ്പ് നാളുകളുടെ സമർപ്പണത്തോടും വിശുദ്ധ ജീവിതത്തിൻ്റെ നന്മകളോടും നമ്മൾ നയിക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. എന്നെ അൻപോടും നടത്തുന്ന
വന്ദനമേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോൾ എന്തു